The real deal, Malayalam language. യോഹന്നാൻ പുലർച്ചെ 4 മണി കഴിഞ്ഞ് 23 ഇൽ പറഞ്ഞിരിക്കുന്നതുപോലെ നൂറുകണക്കിന് വർഷങ്ങളായി ജാതികൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചിട്ടില്ല. അത് പറയുന്നു, എന്നാൽ സത്യാരാധകർ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സമയം വരുന്നു, ഇപ്പോൾ വന്നുകഴിഞ്ഞു, കാരണം പിതാവ് തന്നെ ആരാധിക്കാൻ അങ്ങനെയുള്ളവരെ അന്വേഷിക്കുന്നു. സത്യാരാധകർ സത്യക്രിസ്ത്യാനികളാണ്. നിങ്ങൾ ഇപ്പോൾ അങ്ങനെയല്ലെന്നും ഭാവിയിൽ നിങ്ങൾ അങ്ങനെയായിരിക്കുമെന്നും നിങ്ങൾ മനസ്സിലാക്കണം. ആത്മനീതിയുള്ള വിശ്വാസികളായ ജാതി ക്രിസ്ത്യാനികൾക്കും വിശുദ്ധന്മാർക്കും ഒരു ദുരന്തം സംഭവിച്ചു. ശാരീരിക നീതിമാന്മാരെന്ന് വിളിക്കപ്പെടുന്ന മറ്റു വിശ്വാസികൾ അവരെ കൊന്നു. ഇന്ന് സ്വയം വിളിക്കുന്നതുപോലെ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എല്ലാവരും തങ്ങളെത്തന്നെ ക്രിസ്ത്യാനികളെന്ന് വിളിച്ചിരുന്നു. പുതിയ നിയമത്തെക്കുറിച്ചുള്ള സത്യം നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നത് സത്യക്രിസ്ത്യാനികൾക്ക് മാത്രമാണ്, കാരണം അവരുടെ ഉള്ളിൽ സത്യാത്മാവുണ്ട്. ദൈവത്തിന് ഒരു കൽപ്പനയുണ്ട്, ദൈവം യേശുവിനും യേശു ശിഷ്യന്മാർക്കും സത്യവും രഹസ്യവും ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി. മർക്കുസ് പുലർച്ചെ 4 മണി കഴിഞ്ഞ് 11:12 അവൻ അവരോട് പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ രഹസ്യം അറിയാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, എന്നാൽ പുറത്തുള്ളവർക്ക് എല്ലാം ഉപമകളിലൂടെയാണ് വരുന്നത്. 12 അങ്ങനെ അവർ കണ്ടിട്ടും അറിയാതിരിക്കാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കാനും ഇടവരും. ലൂക്കോസ് അനുപാതം 8:9-10. അപ്പോൾ ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, ഈ ഉപമയുടെ അർത്ഥമെന്താണ്? 10 അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, എന്നാൽ ബാക്കിയുള്ളവർക്ക് അത് ഉപമകളിലൂടെയാണ് നൽകിയിരിക്കുന്നത്, കണ്ടിട്ടും അവർ കാണാതിരിക്കാനും കേട്ടിട്ടും അവർ ഗ്രഹിക്കാതിരിക്കാനും വേണ്ടി. പ്രവൃത്തികൾ പകൽ 11 മണി കഴിഞ്ഞ് 26 ഇൽ ശിഷ്യന്മാരെ ആദ്യം ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചിരുന്നു. ക്രിസ്ത്യാനികൾ വിശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നുപോകുകയും വിശുദ്ധന്മാരാകുകയും ചെയ്യുന്നു. അതിനാൽ വിശ്വാസികളെ പതിപ്പിക്കുന്നത് ക്രിസ്ത്യാനികളും വിശുദ്ധന്മാരുമാണ്. സത്യാത്മാവിന്റെ പ്രകടനത്തോടെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കാത്തവർ വിശ്വാസികൾ യഥാർത്ഥ ക്രിസ്ത്യാനികളിൽ നിന്നോ വിശുദ്ധന്മാരിൽ നിന്നോ സത്യം കേൾക്കണം. റോമർ അനുപാതം 8:8. അതുകൊണ്ട് ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. 1 കൊരിന്ത്യർ ഉച്ചതിരിഞ്ഞ് 4 മണി ആകാൻ 16. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മിക ശരീരം ഉയിർപ്പിക്കപ്പെടുന്നു. പ്രാകൃത ശരീരമുണ്ട്, ആത്മിക ശരീരവുമുണ്ട്. എഫെസ്യർ രാത്രി 1 മണി കഴിഞ്ഞ് 13. സത്യവചനമായ നിങ്ങളുടെ രക്ഷയുടെ സുവിശേഷം നിങ്ങൾ കേട്ടു, അവനിൽ നിങ്ങൾ വിശ്വസിച്ചു, അവനിൽ വിശ്വസിച്ചു. വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. സത്യം പഠിപ്പിക്കാൻ നിങ്ങൾക്ക് സത്യത്തിന്റെ ആത്മാവ് ഉണ്ടായിരിക്കണം. സത്യക്രിസ്ത്യാനികളിലും വിശുദ്ധന്മാരിലും മാത്രമേ സത്യത്തിന്റെ ആത്മാവുള്ളൂ. യോഹന്നാൻ വൈകിട്ട് 4 മണി കഴിഞ്ഞ് 13. എന്നിരുന്നാലും സത്യത്തിന്റെ ആത്മാവായ അവൻ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും നയിക്കും, കാരണം അവൻ സ്വന്തം അധികാരത്തിൽ സംസാരിക്കുകയില്ല. മറിച്ച് അവൻ കേൾക്കുന്നതെന്തും അവൻ സംസാരിക്കും, വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളോട് പറയും. സത്യക്രിസ്ത്യാനികളെയും വിശുദ്ധന്മാരെയും കൊന്നവരെ ദൈവം പരിപാലിക്കും. നിങ്ങളെ ഒരു വിശുദ്ധനാകാൻ ഒരുക്കുന്നതിലാണ് എന്റെ ശ്രദ്ധ. നിങ്ങൾ ഒരു വിശുദ്ധനാകുന്നതിനു മുമ്പ് നിങ്ങൾ ആദ്യം ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാകണം. പ്രവൃത്തികൾ അനുപാതം 2:4 ഇൽ പറഞ്ഞിരിക്കുന്നതുപോലെ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നു, അന്യഭാഷകളിൽ സംസാരിക്കുന്നു. യഥാർത്ഥ ക്രിസ്ത്യാനികളെ കൊല്ലുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്നവർ തങ്ങളെത്തന്നെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നത് വിരോധാഭാസമാണ്. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ യഥാർത്ഥ ക്രിസ്ത്യാനികളെയും കൊന്നതിനുശേഷം ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി പോലും ഉണ്ടായിട്ടില്ല. ക്രിസ്ത്യാനി എന്ന് സ്വയം വിളിക്കുന്നതുകൊണ്ട് മാത്രം ഒരാൾ ക്രിസ്ത്യാനിയാകുന്നില്ല. പുതിയ നിയമത്തിലെ ദൈവത്തിന്റെ നിർവചനം നിങ്ങൾ പാലിക്കണം. ജാതി വിശ്വാസികൾക്ക് സംഭവിച്ചതിന്റെ ദുരന്തം മനസ്സിലാക്കുന്നത് സാമാന്യബുദ്ധി ഉപയോഗിച്ചാണ്. ശാരീരികമായി നീതിമാന്മാരായിരുന്ന വിശ്വാസികളാണ് ആത്മീയമായി നീതിമാന്മാരായിരുന്ന വിശ്വാസികളെ പണം, ശക്തി, നിയന്ത്രണം എന്നിവ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ ആഗ്രഹിച്ചത്. അവരെ നിയന്ത്രിക്കാനുള്ള ഏക മാർഗം അവരെ കൊല്ലുക എന്നതായിരുന്നു. സത്യത്തിന്റെ ആത്മാവ് അവരിൽ ഉള്ളതിനാൽ ദൈവവചനത്തിലെ സത്യം മാറ്റുന്നതിനേക്കാൾ അവർ മരിക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ ഉച്ചതിരിഞ്ഞ് 2 മണി കഴിഞ്ഞ് 17. സത്യത്തിന്റെ ആത്മാവ്
ലോകം അവനെ കാണുന്നില്ല, അറിയുന്നില്ല, കാരണം അവനെ സ്വീകരിക്കാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും. വിശ്വാസികളെ ബാധിച്ച അടുത്തതായി എന്താണ് സംഭവിച്ചത്? മതവിഭാഗം. സ്വന്തം അഭിപ്രായത്തെ അടിസ്ഥാനമാക്കി ആർക്കും ഒരു വിഭാഗം ആരംഭിക്കാൻ കഴിയും. അതുകൊണ്ടാണ് പലരും മതത്തെ ഒരു അഭിപ്രായം എന്ന് വിളിക്കുന്നത്. അത് ഒരു ചെറിയ സത്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാകാം, അല്ലെങ്കിൽ സത്യമൊന്നുമില്ല. ചോദ്യം: നൂറുകണക്കിന് വർഷങ്ങൾക്ക് ശേഷം സത്യമില്ലാതെ ആരംഭിച്ച ഒരു വിഭാഗം ഇപ്പോൾ സത്യം അറിയുമെന്ന് നിങ്ങൾ എങ്ങനെ പ്രതീക്ഷിക്കുന്നു? ഒരു വിഭാഗം നിലവിലുണ്ടായിരുന്നതിനാൽ അത് പാരമ്പര്യമായി മാറുന്ന ഘട്ടത്തിലേക്ക് അതിന്റെ തെറ്റായ വിവരണങ്ങൾ പതിപ്പിക്കുന്നത് അത് സത്യമാക്കുന്നില്ല. മത്തായി അനുപാതം 28:19-20 ഒരു ക്രിസ്ത്യാനിയുടെ നിർവചനമാണെന്ന് ഒരു വിഭാഗത്തിനും അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ യോഹന്നാൻ അനുപാതം 3:5, മർക്കോസ് വൈകിട്ട് 4 മണി കഴിഞ്ഞ് 16:-18, പ്രവൃത്തികൾ അനുപാതം 2:4, അല്ലെങ്കിൽ യോഹന്നാൻ പുലർച്ചെ 3 മണി കഴിഞ്ഞ് 16 പോലും ഒരു ക്രിസ്ത്യാനി എന്താണെന്ന് നിർവചിക്കുന്നുണ്ടോ? ഈ തിരുവെഴുത്തുകളിൽ ഓരോന്നും ക്രിസ്തുവിന്റെ ആത്മാവിനെക്കുറിച്ചും ദൈവത്തിന്റെ ആത്മാവിനെക്കുറിച്ചും സത്യത്തിന്റെ ആത്മാവിനെക്കുറിച്ചും സംസാരിക്കുന്നു. മനുഷ്യൻ എത്ര ബുദ്ധിമാനാണെന്ന് കരുതിയാലും ദൈവവചനത്തിലെ ആത്മീയ സത്യം ഗ്രഹിക്കാൻ അവന് കഴിഞ്ഞിട്ടില്ല. 1 കൊരിന്ത്യർ രാത്രി 2 മണി കഴിഞ്ഞ് 14, എന്നാൽ സ്വാഭാവിക മനുഷ്യൻ ദൈവാത്മാവിന്റെ കാര്യങ്ങൾ സ്വീകരിക്കുന്നില്ല, കാരണം അവ അവന് ഭോഷതമാണ്. അവ ആത്മീയമായി വിവേചിച്ചറിയാവുന്നതിനാൽ അവന് അവ അറിയാനും കഴിയില്ല. സ്വയം ഒരു ക്രിസ്ത്യാനിയെന്നും സഭ ക്രിസ്ത്യാനികളെന്നും വിളിക്കുന്ന സഭയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു പാസ്റ്ററോ നേതാവോ പുതിയ നിയമം അറിയുന്നില്ല. ദൈവരാജ്യം എന്താണെന്ന് അറിയില്ല. പരിശുദ്ധാത്മാവിനാൽ സ്നാനമേറ്റ ശേഷം ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ട ശിഷ്യന്മാരുമായി നിങ്ങൾ നിങ്ങളെത്തന്നെ താരതമ്യം ചെയ്യാത്തത് എന്തുകൊണ്ട്? പ്രവൃത്തികൾ പകൽ 11 മണി കഴിഞ്ഞ് 26. യേശു അവരെ സത്യം പഠിപ്പിച്ചു, അവർക്ക് ക്രിസ്തുവിന്റെ ആത്മാവിനെ ലഭിച്ചു. യോഹന്നാൻ രാത്രി 8 മണി കഴിഞ്ഞ് 22, പരിശുദ്ധാത്മാവിനാൽ സ്നാനമേറ്റപ്പോൾ അവർക്ക് ദൈവത്തിന്റെ ആത്മാവും സത്യത്തിന്റെ ആത്മാവും ലഭിച്ചു. പ്രവൃത്തികൾ അനുപാതം 2:4, നിങ്ങൾ അന്യഭാഷകളിൽ സംസാരിക്കണം. മർക്കോസ് വൈകിട്ട് 4 മണി കഴിഞ്ഞ് 17. പ്രവൃത്തികൾ അനുപാതം 2:4 പറയുന്നു, അവരെല്ലാവരും പരിശുദ്ധാത്മാവു നിറഞ്ഞവരായി ആത്മാവു അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും സത്യാത്മാവും ആവശ്യമാണ്. സത്യത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കുന്നതിനു മുമ്പ് അന്യഭാഷകളിൽ സംസാരിക്കുന്നവരെ സത്യം പഠിപ്പിക്കേണ്ടതുണ്ട്. ഒരു വിശ്വാസി തങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണെന്ന് കരുതി ഈ വിഭാഗത്തിൽ ജനിച്ചവരാണെന്നും ഈ വിഭാഗത്തിൽ മരിക്കുമെന്നും പറഞ്ഞു. ഈ വിഭാഗം നൂറുകണക്കിന് വർഷങ്ങളായി നിലനിൽക്കുന്നതിനാൽ അത് അതിന്റെ തെറ്റായ വിവരണങ്ങളുള്ള ഒരു പാരമ്പര്യമായി മാറിയിരിക്കുന്നു. നിങ്ങൾ ശാരീരികമായി മരിച്ചതിനുശേഷം നിങ്ങൾ ആത്മീയമായി തുടർന്നും ജീവിക്കുന്നുവെന്ന് വിശ്വാസികൾ മനസ്സിലാക്കണം. യോഹന്നാൻ പുലർച്ചെ 5 മണി കഴിഞ്ഞ് 29, നന്മ ചെയ്തവർ ജീവന്റെ പുനരുത്ഥാനത്തിലേക്കും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ പുനരുത്ഥാനത്തിലേക്കും പുറത്തുവരിക. വിശ്വാസികളെ ക്രിസ്ത്യാനികളും വിശുദ്ധന്മാരുമാക്കി മാറ്റുക എന്നതാണ് സഭയുടെ ലക്ഷ്യം. സഭാ നേതാക്കളെ തൃപ്തിപ്പെടുത്തുന്നതിനോ സമ്പന്നരാക്കുന്നതിനോ വേണ്ടിയല്ല സഭ സ്ഥാപിക്കപ്പെട്ടത്. ഉണരുക. ദൈവവചനത്തിലെ സത്യം നിങ്ങളുടെ ഹൃദയത്തിൽ കേട്ട് സ്വീകരിക്കുക.